അനിയന്ത്രിതമായി വർദ്ധിക്കുന്ന ഇന്ധനവില സാധാരണക്കാരുടെ ജീവിതം ദുസ്സഹമാക്കുന്ന സാഹചര്യത്തിലാണ് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പരസ്യ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയത്. രാജക്കര ടൗൺ കേന്ദ്രീകരിച്ച് നടന്ന പ്രതിഷേധ പ്രകടനത്തിൽ നിരവധി പ്രവർത്തകരാണ് പങ്കെടുത്തത്. കേന്ദ്ര സർക്കാരിന്റെ നികുതി കൊള്ളയ്ക്കും നിസ്സംഗതയ്ക്കുമെതിരെ പ്രവർത്തകർ ശക്തമായി മുദ്രാവാക്യങ്ങൾ മുഴക്കി. നിത്യോപക സാധനങ്ങളുടെ വിലക്കയറ്റത്തിന് വഴിവെക്കുന്ന ഇന്ധനക്കൊള്ള അവസാനിപ്പിക്കണമെന്നാണ് പ്രതിഷേധക്കാരുടെ പ്രധാന ആവശ്യം. മണ്ഡലം പ്രസിഡന്റ് ജോഷി കന്യാകുഴി പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് പെട്രോളിൻ്റെ വില ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. 106 രൂപയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന പെട്രോൾ ഇന്ന് 115 രൂപയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ക്രൂഡോളിൻ്റെ വില അമിതമായി വർദ്ധിച്ചിട്ടില്ല. എന്നിട്ടും ഈ യുദ്ധത്തിൻ്റെയും ക്രൂഡോയിലിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ക്രമാതീതമായി ഇങ്ങനെ പെട്രോളിൻ്റെ വില വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ നാട്ടിലെ പാവപ്പെട്ട ആളുകളുടെ നടുവൊടിക്കുന്ന രീതിയിലുള്ള വിലവർദ്ധനമാണ് ഇവിടെ നടക്കുന്നത്. വരും ദിവസങ്ങളിൽ സമരം കൂടുതൽ ശക്തമാക്കുമെന്നും ജനങ്ങളെ അമിത നികുതി ഭാരത്തിലേക്ക് തള്ളിവിടുന്ന നയങ്ങളിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്മാറുന്നതുവരെ കോൺഗ്രസ് തെരുവിൽ പോരാടുമെന്നും നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. ടൗൺ ചുറ്റി സഞ്ചരിച്ച പ്രകടനം പൊതുസമ്മേളനത്തോടെയാണ് സമാപിച്ചത്. പ്രതിഷേധ പ്രകടനത്തിൽ കിങ്ങിണി രാജേന്ദ്രൻ, ബെന്നി പാലക്കാട്ട്, ലിജോ മുണ്ടപ്ലാക്കൽ, കെ രാജൻ എന്നിവർ നേതൃത്വം നൽകി. വരും ദിവസങ്ങളിലും സമാനമായ രീതിയിൽ ശക്തമായ സമര പരിപാടികളുമായി മുൻപോട്ടു പോകാനാണ് മണ്ഡലം കമ്മിറ്റിയുടെ തീരുമാനം. കേരള വൺ മലയാളം, അടിമാലി.